പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് നൽകിയ മനോഹരമായ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നാം കർത്താവിൻ്റെ പാദപിടുത്തങ്ങളിലായിരിക്കുന്നത്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകതയെക്കുറിച്ച് ഓരോ ദിവസവും തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2024 ഉപരിയായി 2025 നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലൊക്കെ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. കഷ്ടതയില്ലാതെ ഒരു ഉയർച്ചയില്ല. പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ പോയ വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരൊക്കെ ഉയർച്ച പ്രാപിച്ചത് മുഴുവൻ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയാണ് അവർ ഉയർച്ച പ്രാപിച്ചത്. എന്നാൽ അവരുടെ എല്ലാം അകത്ത് ഈ കഷ്ടതകൾ വരുമ്പോഴും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ വർധനവ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരുന്നു. തെറ്റിദ്ധരിക്കരുത്, നമുക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ വർധനവാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകി തന്ന ചുരുക്കം ചില ആലോചനകൾ നിങ്ങളിലേക്കൊന്ന് കൈമാറുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിടുതലിൻ്റെ കാരണമായി മാറും. പ്രസംഗിക്കുന്നയാളിനും പ്രസംഗം കേൾക്കുന്ന വ്യക്തികൾക്കും അതൊരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു സംഭവ ചരിത്രം ഒന്ന് പറഞ്ഞ് വേഗത്തിൽ കർത്താവ് നൽകുന്ന ദൂതുകൾ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളുടെ നീണ്ട പട്ടികകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിലെ അത്ഭുതം ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാവുന്ന അത്ഭുതമല്ല. 11-ാമത്തെ അധ്യായത്തിലെ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 11-ാമത്തെ അധ്യായം ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചോളം, ദൈവമക്കളെ സംബന്ധിച്ചോളം വളരെ സുപരിചിതമായ അധ്യായമാണ് 11, 12 അധ്യായങ്ങൾ യോഹന്നാന്റെ സുവിശേഷം. 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ഒരത്ഭുതത്തിൻ്റെ അധ്യായമാണ്. ഇത് നടന്ന സംഭവ ചരിത്രമാണ്. ബഥാനിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ലാസറിന്റെ ഭവനം, മാർത്ത, മറിയ, ഈ 3 പേരെ കുറിച്ച് വളരെ സുപരിചിതമാണ് ക്രൈസ്തവർക്കും ബൈബിൾ വായിക്കുന്നവർക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാനിയിൽ ലാസറിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തു കൂടെ കൂടെ വന്നു പോകുന്ന ഭവനമാണ്. എന്നാൽ മറിയുടെയും മാർത്തയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു. ആ വാർത്ത കർത്താവ് അറിഞ്ഞു. അവൻ്റെ അടുക്കൽ ആളയച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മറുപടി, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. വിശ്വാസം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് പരീക്ഷ പാസ്സായത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം ആദ്യം നമുക്ക് ആൻസർ തരിക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്, ഞാൻ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്, നിന്റെ കഷ്ടതയുടെ കഠിന ശോധനയിൽ ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഉയർത്തിയില്ല, ആൻസർ തരികയാണ് ആദ്യം. ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അന്തരാത്മാവ് നൽകി തന്നത്,
ഇന്ന് ചില വ്യക്തികൾ ഒരുപാട് ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് ആ ക്വസ്റ്റ്യൻ എല്ലാം കർത്താവ് ആൻസർ തരികയാണ്. ഞാൻ നിന്നെ ഇന്ന് പകൽ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്റെ പ്രശ്നത്തിന് പരിഹാരം അയക്കുന്ന ദൈവമാണ്. ഞാൻ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ പോവുകയാണ്. നീ കരയുന്ന വിഷയങ്ങളുടെ മേൽ ആർക്കും മറുപടി കൊടുക്കാൻ കഴിയുന്ന വിഷയമല്ല. അത് ഞാൻ ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. അപ്പോൾ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആൻസർ കാണണം. ജോലി കിട്ടാത്ത വിഷയത്തിൽ ജോലി കിട്ടിയത് കാണണം. വീടില്ലാത്ത വിഷയത്തിൽ വീട് കിട്ടിയത് കാണണം. സാമ്പത്തികമായ ക്ലേശം ഒരുക്കുന്ന കടഭാരം മാറിയത് കാണണം. കുഞ്ഞുങ്ങൾക്ക് ഭാവി നന്മ വെളിപ്പെടാതെ ബന്ധിക്കപ്പെട്ട വിഷയത്തിന് ഇന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്ന നിങ്ങളുടെ അകം കണ്ണൂടെ കാണണം. എത്ര പേർക്ക് ഇന്ന് പകൽ നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ട് ആൻസർ കാണാൻ കഴിയും? കർത്താവ് വിടുവിക്കുന്നത്, കർത്താവ് അനുഗ്രഹിക്കുന്നത് കാണാൻ കഴിയും. യേശു കർത്താവ് പറയുന്ന മറുപടിയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആദ്യമേ കർത്താവ് ഇപ്രകാരം ഓർപ്പിച്ചു, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. പക്ഷെ നമുക്കറിയാം, ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്തു. 4 ദിവസമായി. യേശു കർത്താവ് 3 ദിവസവും എത്തിയില്ല. യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ 3 ദിവസം വരെ ആത്മാവ് ആ ഭാഗത്തൊക്കെ കാണും എന്നൊരു തെറ്റായ ചിന്ത അവരുടെ അകത്തുണ്ട്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്താൽ യേശുവിന് മഹത്വം വെളിപ്പെടത്തില്ല. കാരണം ആത്മാവ് അവിടെ ഉണ്ടെന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ, കേരളത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് കൾച്ചറുകളുണ്ട്. ഞാനെല്ലാം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി തെറ്റായ ചിന്തകൾ ആളുകളുടെ അകത്ത് കിടപ്പുണ്ട്. യാത്ര പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത് ആ രാജ്യത്തിന്റെ, ആ സംസ്ഥാനത്തിന്റെ, ആ നാടിന്റെ ഒക്കെ ഒരു കൾച്ചറാ. ഇതുപോലെ ഈ നാടിന്റെ ഒരു കൾച്ചറായി കിടക്കുകയാണ്. 3 ദിവസം ആത്മാവോടൊക്കെ കാണും. പക്ഷേ യേശു കർത്താവ് വന്നില്ല. യേശു കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ യേശു 4-ാം ദിവസം എത്തിയേ മതിയാകത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടത വരുമ്പോൾ അത് താമസിക്കുന്നു മറുപടി കിട്ടാൻ. ഭാരപ്പെടരുത്. ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയതാണെങ്കിൽ തക്ക സമയത്ത് അവൻ മറുപടി നൽകിയെന്ന് നാം ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്ത് ദൈവം നമ്മെ സഹായിക്കുന്ന കർത്താവാ. ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ടോ? മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ഇത്രമാത്രം ദുഃഖകരമായ അനുഭവം വന്നിട്ടും യേശു കർത്താവ് ആ ഭവനത്തിൽ എത്തിയില്ല. 1-ാം ദിവസം വരാമായിരുന്നു. 2-3 ദിവസങ്ങളിൽ കർത്താവ് എത്തിയില്ല. കല്ലറയുടെ വാതിൽക്കുന്ന കല്ലുരുട്ടി മാറ്റി. അവർ കുനിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നാറ്റം വെച്ച് തുടങ്ങി. ഹല്ലേലൂയ. യേശു കർത്താവിന് നാറ്റം വെച്ചൊരു വിഷയമല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. ഇതൊരു കുടുംബത്തിന്റെ വിഷയമാണ്. ഇതൊരു ഗ്രാമത്തിന്റെ വിഷയമാണ്. ഇതൊരു സംസ്ഥാനത്തിന്റെ വിഷയമാണ്. ഇതൊരു രാജ്യത്തിന്റെ വിഷയമായി മാറി. ഹല്ലേലൂയ. പക്ഷെ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു, ആ വീട്ടിലുണ്ടായ സംഭവത്തിന് ആ വീട്ടിൽ തന്നെ മറുപടി അയച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, ഞാൻ വിടുവിക്കുന്ന കർത്താവാ, ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവാ. കല്ലറയുടെ വാതിലുകൾ കല്ലുരുട്ടി മാറ്റുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ദുർഗന്ധം വമിക്കുന്ന അനുഭവമാണ്. സഹോദരിമാർക്ക് മനസ്സിലായത്, മാർത്തയ്ക്കും മറിയയ്ക്കും മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര കഠിനമായ പ്രശ്നമാണെങ്കിലും അതിന് ഇന്ന് പകരത്തെ ഉപവാസപ്രാർത്ഥനയിൽ അവൻ പരിഹാരം വഹിക്കുന്ന കർത്താവാ. നാം ഇന്ന് പകരം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കൈ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കൂ. ഇതിനു മുമ്പ് നടന്നിട്ടില്ലാത്ത ഒരത്ഭുതം, മരിച്ച് നാറ്റം വെച്ച ഒരാൾ ഇതിനു മുമ്പ് ഉയർത്തിട്ടില്ല. എന്നാൽ ഇതിനു മുമ്പ് നടക്കാത്ത ഒരത്ഭുതം നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഇന്ന് നടത്തി തരാൻ യേശു ശക്തനാ.
ചുടബല ഹദരമനഗടക ശംദനാദിരാജന അംദൽ കമനഗടക ശൈഡവ റബലഗക്ഷസിയ. ഈ വീടിന്റെ പ്രത്യേകത, ഈ വീട്ടിൽ മുഴുവൻ കരച്ചിലിന്റെ അനുഭവമാണ്. ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അന്തരാത്മാവ് നൽകി തന്നു. കരയുന്ന ചില ആളുകൾ സങ്കടപ്പെട്ട് ഇന്ന് പകൽ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങൾ ആരോട് പറയാനാ? ഞങ്ങളുടെ സങ്കടങ്ങൾ പുരോഹിതന്മാരോടോ പരീശന്മാരോടോ സദൂക്യരോടോ പറഞ്ഞാൽ ഞങ്ങളുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാകത്തില്ല. ഞങ്ങളുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ യേശുവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കരയുന്ന ദൈവത്തിലെ എന്നോട് പരിശുദ്ധാത്മാവ് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടു. ചില കുടുംബങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു കുടുംബത്തിന്റെ വിഷയമാണ്. ചില കുടുംബങ്ങൾ ഏറെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമേൻ. രക്തത്താഴ്ചയം 2 വ്യക്തികൾ കരയുകയാണ്. പക്ഷെ യേശുവിന്റെ മനുഷ്യത്വത്തിൽ യേശു കർത്താവ് അവിടെ വന്ന് യേശു കർത്താവും കല്ലറക്കടുത്തെത്തി ഉള്ളം നൊന്ത് കലങ്ങി കർത്താവിടെ കണ്ണുനീരൊഴുക്കിയ ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണമേ. ഇന്ന് പകൽ കരയുന്നവരോട് കൂടെ കരച്ചില് കണ്ടേച്ച് സന്തോഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല, കരയുന്നവരോടുകൂടെ കരഞ്ഞിട്ട് അതിനൊരു പ്രതിവിധി അയക്കുന്ന ദൈവമാ ഇന്ന് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നത്. ചുടമന ഹദരഗടക ശംദനാദിരാജന. വിശ്വസിക്ക്, ഇന്ന് പകൽ മറുപടി നടക്കുക. വിശ്വസിക്ക്, ഇതുവരെ എഴുന്നേക്കാത്ത ഒന്ന്, ജീവിക്കാത്ത ഒന്ന്, നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് ഇന്ന് പോലെ എഴുന്നേക്കുന്നത് ആത്മാവിൽ കാണാൻ തയ്യാറാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില രോഗികൾ സൗഖ്യമാകുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് പകൽ യേശുവിന്റെ കരം തൊടുന്നു. തലമുറയെ ബന്ധിച്ചൊതുക്കിയ അന്യാരാധയുടെ വ്യാപാര ശക്തിയുടെ നടുവിൽ ഇന്ന് പോലെ ആർക്കും സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ യേശു വിളിച്ചു പറയണം, വിശ്വസിച്ചാൽ നീ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം കാണുക. അതുരമനഘടക ശംദനാദിരാജന അംദനബൗഡമനഘടക സൈരവാരമന അഭിഷേകത്തിന്റെ സത്യയോടെ ഇന്ന് പകൽ പറയുവാൻ തയ്യാറാകട്ടെ. ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട് നടക്കുന്നുണ്ട്. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കൊന്നുകളയാൻ അവർ തരമന്വേഷിക്കുന്നു. 2, യേശുവിനെ കൊല്ലുവാൻ അവർ സമീപിക്കുന്നു. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, ലാസറിനെയും കൊല്ലണം, യേശുവിനെയും കൊല്ലണം. പക്ഷേ ദൈവം അനുവദിക്കാതെ തൊടാനൊക്കത്തില്ല. കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഒരു വിടുതൽ വെളിപ്പെട്ടപ്പോൾ പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ജീവനെതിരെ പോരാടിയ ശക്തി ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടപ്പോൾ അതിനെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മേൽ ഈ ആരാധനയിൽ ജയമേറ്റെടുക്കട്ടെ. ഓ ഗുഡമന ഹദരഘടകസിയ അഭിഷേകത്തിന്റെ ശക്തിയോടെ വിടുതൽ കിട്ടിയല്ലോ, സൗഖ്യമായല്ലോ. ലാസർ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയല്ലോ. ആളുകളെല്ലാം നോക്കിയിട്ട് ഇവനല്ലേ കഴിഞ്ഞ ആഴ്ച മരിച്ചെന്ന് പറഞ്ഞേ, ഇവനല്ലേ നാറ്റം വെച്ചെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എവിടെ അപമാനിച്ചോ, എവിടെ വേദനിക്കപ്പെട്ടോ അവിടെ ദൈവമഹത്വം വെളിപ്പെടണം. എവിടെ തള്ളപ്പെട്ടോ അവിടെ ദൈവമഹത്വം വെളിപ്പെടണം. എവിടെ ഒറ്റപ്പെട്ടോ അതേ ബേഥാനിയിൽ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുക. ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ് ഈ സംഭവം ഇവിടെ നടന്നത്. ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെട്ടത് മനസ്സിലാക്കി ഇനിയും യഹൂദന്മാരിൽ ധാരാളം ആളുകൾ ക്രിസ്തുവിശ്വാസത്തിലേക്ക് പ്രവേശിക്കും. ലാസർ ജീവിച്ചിരുന്നാൽ അനേകർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് പ്രവേശിക്കും. അത് മനസ്സിലാക്കി ലാസറിനെ കൊല്ലുവാൻ തരമന്വേഷിക്കുന്നു. വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. ലാസറിനെ കൊല്ലുവാൻ തരമന്വേഷിക്കുന്നു. പക്ഷേ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ലാസറേ, നിന്റെ മേൽ വെളിപ്പെട്ടത് ദൈവമഹത്വ. അഴുകിപ്പോയിടത്തുനിന്ന് ഞാൻ അതിനെ ചേർത്ത് കൊണ്ടുവന്നത്. വിശ്വസിക്കൂ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഞാൻ തന്നെ, പുനരുത്ഥാനവും ജീവനുമാകുന്ന എന്ന് പറഞ്ഞ കർത്താവ്. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ
മറയപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കണമേ, നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. പഴയ നിയമ വേദഭാഗങ്ങളിലേക്ക് അങ്ങ് ഓടി വരുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിന് ദൈവം ആൻസറാ കൊടുക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു വലിയൊരു ജാതിയായി മാറും, നിന്നെ അനുഗ്രഹിക്കുന്ന ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് വേണ്ട അനുഗ്രഹത്തിന്റെ നീണ്ട നിരകളാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. അപ്പൊ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറയുകയാണ്. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെന്നാൽ, എനിക്ക് നിന്നോട് നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അച്ചായന്മാരെ, അമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കും എന്ന് പറഞ്ഞ് പേര് മാറ്റി അബ്രഹാം. ഇപ്പൊ എല്ലാരും നാട്ടുകാരെല്ലാം വിളിക്കുക അബ്രഹാം, അബ്രഹാമേ. സാറായുടെ പേര് മാറ്റി സാറായെന്നാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് പേരുകളും ബഹുജാതികൾക്ക് പിതാവാകും, മാതാവാകും, രാജാക്കന്മാരിൽ നിന്ന് ഉത്ഭവിക്കും. ഇതൊക്കെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. പക്ഷെ നാട്ടുകാരെല്ലാം അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ ബഹുജാതികൾക്ക് പിതാവാകേണ്ടവന് മക്കളില്ല, വയസ്സ് പിന്നിടുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തി സ്തോത്രം പറഞ്ഞു, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കണമേ. അബ്രഹാമിന്റെ വീട്ടിൽ തനിക്കായിട്ട് ജനിച്ച മക്കളില്ല സാറായിൽ. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിളിക്കുന്നത് അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. എന്തിയെ? കാണാനില്ല. ദൂത് കേട്ടോ, ഇന്ന് പകൽ കാണാനില്ലാത്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈ വരും ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് കാണാനില്ല, പക്ഷേ നാളെ അത് വെളിപ്പെടാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന പകലായത്. എത്ര പേർക്ക് ആ രണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? കൽദയ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരുപാട് അപമാനങ്ങളുണ്ട്, രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നു, പ്രതിസന്ധിയുടെ നീണ്ട നിരകൾ. 14-ാം അധ്യായത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം? ഒരു ഭാഗത്തിൽ ലോത്ത് എല്ലാം പ്രതികൂലത്തിലൂടെ നീങ്ങിയാണ്. പക്ഷെ അപ്പോഴും ദൈവം പറയാണ് പേര് മാറ്റി. ഹല്ലേലൂയ. ഇനിയും പിന്നെയും വർഷങ്ങൾ പിന്നീട് അപ്പം അബ്രഹാമിനോട് ആളുകൾ ചോദിക്കുക, പേരൊക്കെ മാറിയത് എന്തോ? ബഹുജാതികൾക്ക് പിതാവെന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനെങ്ങനെ പേര് മാറ്റത്? എനിക്ക് മക്കളെന്ത് ചെയ്യും? ആരുമില്ല കൂട്ടത്തിൽ. രക്തം ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്കുക, കാണാനില്ലാത്തത് ദൈവം ഇന്ന് വെളിപ്പെടുത്തുക. നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചിലതിനെ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞു, 15 വർഷങ്ങൾക്ക് മുൻപ്, 20 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വീട്ടിൽ തലമുറ ജനിച്ചിട്ടില്ല. പല വീടുകളിലും ഒരു സ്വത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പക്ഷേ 10 വർഷം കൊണ്ടും 15 വർഷം കൊണ്ടും 20 വർഷം കൊണ്ടും എത്രയോ കുഞ്ഞുങ്ങളാണ് നമ്മുടെയൊക്കെ ചർച്ചിനകത്ത്, കുടുംബത്തിനകത്ത് വന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം, കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെയൊക്കെ ചർച്ചകളിൽ തലമുറകളെ കർത്താവ് തന്നില്ലേ? ഹല്ലേലൂയ. എത്രയോ കുഞ്ഞുങ്ങളെയാണ് പാസ്റ്റർമാരുടെ കയ്യിലെടുത്ത് പ്രതിഷ്ഠിച്ചത്. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ രംഗത്ത് വന്നു. അബ്രഹാമേ, അടുത്തൊരു തലമുറ രംഗത്ത് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ എന്റെ കൈ ഇന്ന് പോലെ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാമിനോട് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, ഹല്ലേലൂയ, ലോത്തിന്റെ വീട്ടിൽ നടക്കത്തില്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ വീട്ടിൽ തന്നെ വെളിപ്പെടും. അബ്രഹാമേ, നിന്റെ പേര് ഞാൻ മാറ്റിയെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് ഞാൻ പേരും വരുത്തുന്ന ദൈവമാണ്. അത്ഭുതകരമായ വിടുതൽ ഞാൻ കാണുന്നു. ചില കെട്ടുകൾ അഴിയപ്പെടുകയാണ്. വാഗ്ദത്തങ്ങൾ വെളിപ്പെടാതെ മനസ്സിന്റെ അന്തർഭാഗത്ത് ഭാരപ്പെടുന്ന ഉള്ളങ്ങളോട് ദൈവം വിളിച്ചു പറയാണ്, ചില നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ സ്ഥിതി മാറുന്നത് നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. ഇന്ന് വിശ്വാസം വർദ്ധിക്കണം. ഇതെന്നോടുള്ള ദൂത, ഇതെന്റെ കുഞ്ഞുങ്ങളുള്ള ദൂത.
ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ദൈവം ഇടപെടുകയാണ്. എൻ്റെ ജീവിതത്തെ അടിമുടി തകർക്കുമെന്ന് പിശാച് പോരാടിയപ്പോൾ, എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ അതിനെ തടയാൻ പിശാച് പോരാടിയപ്പോൾ, ഇന്ന് പകൽ എന്നോട് ആവർത്തിച്ചിടപെടുകയാണ്. കുഞ്ഞേ, ഞാൻ നിന്നെ കൈവിടാത്ത ദൈവമാ. അതുരമന ഘടക ശബ്ദനാരിരാജന. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം ഇസഹാക്കിനെ ദൈവം നൽകിയുണ്ടായി. വിശ്വാസമൊക്കെ വർദ്ധിച്ചു. 17-ാം അധ്യായം കഴിഞ്ഞു. 22-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ യാഗം അർപ്പിക്കണം. ഈ യാഗം അർപ്പിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതിനേക്കാൾ ഉപരി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് പറയുന്നത്. മരിച്ചിടത്തുനിന്ന് ഇസഹാക്കിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ, അവിടാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് വരെ കേട്ടിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം വരെ പഠിച്ചാൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. മകനെ യാഗമർപ്പിച്ചിട്ട് അതിനെ തിരിച്ചു കൊടുക്കുന്ന, മരിച്ചിടത്തുനിന്ന് തിരിച്ചു വരുന്ന, ആമേൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കേട്ടുകേൾവിയില്ലാത്തത്. ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. മരിച്ചവർ ഉയർക്കുന്നതിനെ കുറിച്ചും കുഷ്ഠരോഗി ശുദ്ധമാകുന്നതിനെ കുറിച്ചും കുറെയെല്ലാം നമ്മൾ രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിൽ മരിച്ചിടത്തുനിന്ന് ഉയർത്തു വരുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം ഇന്ന് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഈ യാഗപീഠത്തിൽ നിന്ന് ഞാൻ നിനക്ക് നിന്റെ സന്തതിയെ ഞാൻ മടക്കി തരുന്ന ദൈവമാണ്. അതാണ് അബ്രഹാം വിശ്വസിക്കുക. ആശയ്ക്ക് വിരോധമായി അബ്രഹാം വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കണം. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കണം. സാധ്യതയില്ല. ആമേൻ. അതിനു മുമ്പ് നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയില്ല. ദൈവമക്കളെ, ഒറ്റ ദിവസത്തിന് ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് വേണ്ടി ഒരു രാജ്യത്ത് ഒറ്റ ദിവസം നിയമത്തെ മാറ്റി കൊടുത്തു. ഒറ്റ ദിവസത്തെ നിയമത്തെ അത് ആ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. വിശ്വസിച്ചേ, എനിക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം നിയമത്തെ മാറ്റിത്തരുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കേട്ടുകേൾവില്ലാത്തത്. നോഹയോട് പറഞ്ഞു, നോഹേ, മഴ പെയ്യും. കേട്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, നടക്കാൻ സാധ്യതയില്ലാത്തത് ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് മേൽ അധികാരമുള്ള ക്രിസ്തു വചനത്തോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇന്ന് വരെ നടക്കാൻ സാധ്യതയില്ലാത്തതിന്മേൽ കർത്താവിന്റെ ക്രിയ നടക്കുക. ഞാൻ ഇന്ന് വരെ ആത്മാവിൽ കാണുകയാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കൈ തൊടുകയാണ്. ഭൂമിയെ മഞ്ഞുകൊണ്ട് നനച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ എത്ര ശ്രേഷ്ഠമാ. ഞാൻ മഴ പെയ്യിക്കാൻ പോയ. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ പണി ദ്രുതഗതിയിൽ ചെയ്തു. ഇതെല്ലാം വിശ്വാസത്താലാ. ഹല്ലേലൂയ. മഴ അന്ന് വരെ പെയ്തിട്ടില്ലതേ. വിശ്വാസത്താൽ ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകത്തിന്റെ പണി പൂർത്തീകരിക്കുന്നു. പക്ഷിമൃഗാദികളെ ഈ രണ്ടായിട്ട് അകത്ത് കയറ്റുന്നു. ഇതിനൊക്കെയല്ലേ സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നേ. ഇന്നലെ വരെ നടക്കാത്ത ഒന്ന്, നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് എന്നോട് പ്രഭാതത്തെ ദൈവം വിളിച്ചു പറഞ്ഞു, നീ ജനത്തോട് പറ, ഇന്നലെ വരെ നടക്കാത്തത് ഞാൻ ഇന്ന് ചെയ്യുന്ന ദൈവമാ. അത്ഭുതകരമായ വിടുതൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ചില കെട്ടുകൾ അഴിയപ്പെടുന്നു. ചില മരണഭീതി മാറുകയാണ്. ചില അന്യായ ശക്തികളുടെ മേൽ ഈ ജയം നടക്കുക. പലപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഞങ്ങളുടെ കാര്യം എങ്ങനായിത്തീരും? ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? അടുത്തൊരു സ്റ്റെപ്പ് ഞങ്ങൾ എങ്ങനെ വയ്ക്കും? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഭാരപ്പെടുന്നു. കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ ഭാരപ്പെടുന്നു. എങ്ങോട്ട് നോക്കിയാലും അപമാനിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മ വിളിച്ച് പറയുന്നു, ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത പുതിയതൊന്ന്, ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത, മുമ്പുള്ളവയെ ഓർക്കണ്ട. നിങ്ങൾക്കെല്ലാവർക്കും വാക്യം അറിയാം. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട.
ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ചില കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാ വഴികളും അടയപ്പെട്ടപ്പോൾ വചനത്തോടെ ദൈവം വിളിച്ചു പറയാണ്, പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അതങ്ങ് വിശ്വസിക്കണേ, പുതിയതൊന്ന് കർത്താവ് ചെയ്യുന്ന ദൈവമാണ്. ഇനി കേട്ടുകേടുമില്ലാത്ത കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ കർത്താവ് ഒരുപാട് ചെയ്തത്. അതിനു മുമ്പ് ചെങ്കടൽ വറ്റിയിട്ടില്ല, ചെങ്കടൽ വിഭാഗിച്ചിട്ടില്ല, കേട്ടുകേഴ്വി പോലുമില്ല. അബ്രഹാം നദി കടന്ന് വന്നതാ, പക്ഷെ കേട്ടുകേഴ്വി പോലുമില്ല. മോശയോട് പറയുക, മോശേ, നിന്റെ കൈവശമുള്ള വടിയെടുത്ത് നീ ചെങ്കടലടുത്തേക്ക് നടന്നു ചെല്ലണം. 30 ലക്ഷത്തിൽ ചില്ലുവാനും ജനം നിന്റെ പുറകെ മാർച്ച് ചെയ്ത് കയറി വരികയാണ്. അതിന്റെ തൊട്ടു പുറകെ ഫറവോന് സൈന്യമുണ്ട്. പക്ഷേ നിന്റെ മാർച്ചിന് മുൻപിൽ ലോകശക്തികൾ കീഴടങ്ങാൻ പോവുകയാണ്. നീ നടന്നു വരുന്നത് കണ്ട് ചെങ്കടൽ വഴിമാറി തരാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്ന ഉള്ളങ്ങൾ മൗനമായിട്ടിരിക്കാതെ ആദരം തുടിക്കുന്ന ആരാധന ഈ പകൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അർപ്പിക്കട്ടെ. കേട്ടുകേടുവില്ലാത്ത കാര്യം, സംഭവിപ്പാൻ സാധ്യതയില്ലാത്തത് 30 ലക്ഷത്തെ ചില്ലുവാനും ജനത്തോട് പറയാ, ഇറങ്ങി വാ. സ്തോത്രമൊക്കെ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ഇറങ്ങി വാ. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് പ്രവചനാത്മാവ് ദൈവം വിളിച്ചു പറയുന്നു, നീ വീട്ടിനകത്തിരിക്കാതെ ഇറങ്ങി വാ. കാട്ടളക്കാർ രണ്ടിന്മേലും കുറുമടിമേലും കുഞ്ഞാടി രക്തം പുരട്ടിയെങ്കിൽ സംഹാരകൻ നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. സംഹാരകന് അതിരി വെച്ച് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. ഞാൻ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരികയാണ്. നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരത്ഭുതം നീ കണ്ടേ മതിയാത്തുള്ളൂ. എൻ്റെ കൂടെ ഇന്ന് പകൽ ദൈവമക്കളെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരത്ഭുതം മോശയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുക. മോശയുടെ ചിന്തയ്ക്ക് അതീതമായത്, മോശയുടെ ചിന്തയ്ക്ക് അതീതമാ. നീ ഇറങ്ങിച്ചല്, നീ മുന്നോട്ട് നീങ്ങ, എനിക്ക് പ്രവർത്തിക്കണം. നീ സ്റ്റെപ്പുകൾ വഴി ഞാൻ പ്രവർത്തിക്കാൻ പോവുക. വടിയെടുക്ക, ജനത്തോട് പറ, ഇറങ്ങി വരാൻ പറയാം. ആഭിചാരകന്മാർ, ശകുനവാദികൾ, മന്ത്രവാദികൾ പുറകെ കയറി വരുന്നുണ്ട്. പക്ഷേ നിന്നെ ഞാൻ വിടുവിച്ചുകൊണ്ട് പോവുകയാണ്. ദീർഘസംവത്സരങ്ങളായി നിന്റെ കുടുംബത്തെ അടിച്ച് ഒതുക്കി 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 ഇല്ലാതാക്കി ഇനി പുറത്തു വരത്തില്ലെന്ന് ജീവനോട് പോരാടി, ആയുസ്സിനോട് പോരാടി, ആരോഗ്യത്തോട് പോരാടിയ ചില കെട്ടുകൾ ഈ ആരാധനയിൽ സ്വർഗം അഴിച്ചു വിടുക. ദൈവമേ, ഇതിനു മുമ്പ് നടന്നിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് ചെങ്കട വിഭാഗിച്ചിട്ടില്ലല്ലോ, ഞാൻ എന്തു ചെയ്യും? ഹല്ലേലൂയ. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ കൈ ഇന്ന് പകൽ തൊടാൻ പോയ കുടുംബങ്ങൾ വിശ്വസിക്കാമോ? 2025 നിങ്ങളുടെ നേരെ ആവിചാരങ്ങൾ കൊണ്ടും ദുർമന്ത്രങ്ങൾ കൊണ്ടും അന്യായങ്ങളുടെ സത്യങ്ങൾ കൊണ്ടും നിങ്ങളെ വരിഞ്ഞു മുറുക്കി സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇറങ്ങി വാ, ഇറങ്ങി വാ. ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതം പ്രവർത്തിക്കുന്ന പകലാണ്. നിന്റെ കുടുംബത്തെ കെട്ടിയത്, നിന്റെ തലമുറയെ അടിച്ചൊതുക്കിയത് ഇന്ന് പകൽ ഞാൻ അഴിച്ചുവിടാൻ പോവുകയാണ്. ഓ കരയുന്ന ഉള്ളങ്ങളെ ദൈവാത്മാവ് തൊടിയ. ഇന്ന് വരെ നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയില്ല. ഇത്ര കുത്തൊഴുക്കുള്ള ഹല്ലേലൂയ ഈ നദി ഇത് രണ്ടായിട്ട് പിളരുമോ? ചെങ്കടൽ രണ്ടായിട്ട് പിളരുമോ? വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ ചിലരെ പിളർത്തി പിളർത്തിയിട്ട് നിന്നെ ഞാൻ വലിച്ചിറക്കി അക്കരെ എത്തിക്കാൻ പോവുകയാണ്. കൈയടിച്ച് പകൽ ആരാധനയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ ഞാൻ കാണുകയാണ്. മരണഭീതി മാറുകയാണ്. വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന പോരാടിയ ശക്തി ഇതുപോലെ അഴിയപ്പെടുകയാണ്. കുരുക്കിടമേ സ്വർഗം ജയമയക്കുക. ജനത്തെ ഇറക്കിക്കൊണ്ടുവന്നു. ഇനിയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വടിയോടുകൂടെ കൈനീട്ടി ചെങ്കടൽ വഴിമാറി തരിക. വടിയോടുകൂടെ കൈനീട്ടി വഴി മാറാത്തത് വഴിമാറി. രക്തം ജയം. ജനം കയറി വാ, ജനം അക്കരെ കയറട്ടെ. ഹല്ലേലൂയ. ഇന്നലകളിൽ
കരുത്തന്മാരായ മന്ത്രവാദിയുടെ പ്രഹരങ്ങൾ ഏറ്റ ആമേൻ വീടിന് വിരോധമായി കരുത്തന്മാരായ മന്ത്രവാദികളുടെ പ്രകരമേറ്റ ജനത്തെ ദൈവം അക്കരെ എത്തിക്കുകയാണ്. വിശ്വസിക്കുന്നേ, ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. എല്ലാ വാക്യങ്ങളും വായിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, മോശയുടെ ജീവിതത്തിലും ഇന്നുവരെ നടക്കാത്ത കാര്യങ്ങൾ ചെയ്തെങ്കിൽ, വിശ്വസിക്കണമേ, നമ്മുടെ ജീവിതത്തിലും ഇന്നുവരെ നടന്നിട്ടില്ലാത്തത് പുതിയതൊന്ന് കർത്താവ് ചെയ്യും. പുതിയതൊന്ന് കർത്താവ് ചെയ്യും. ഒന്ന് രണ്ട് വേദഭാഗങ്ങളുടെ ഞാൻ വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വളരെ പരിചയമുള്ള ലേഖനമാണ് പത്രോസിന്റെ ലേഖനം. പത്രോസിന്റെ ലേഖനത്തിൽ ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ മർമ്മങ്ങളും വായിച്ചു വരുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. 1 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവായത് മുന്നോത്തവണ്ണം ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തു തളിക്കപ്പെടുന്നതുമായി വൃതന്മാർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയുടെയും സമാധാനത്തിന്റെയും അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ 21-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളണമെന്ന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും, വിശ്വാസത്തിൽ വർധന വരുത്തുവാൻ അവിടെ ഓർപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിലും ഇതന്നെ 1-ാം അധ്യായം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയും. 1-ാം അധ്യായം 2-ാമത്തെ വാക്യം 1-ന്റെ സമാപനമൊക്കെ കിടപ്പുണ്ട്. വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം ദൈവങ്ങൾക്ക് കാണാൻ അറിയാവുന്നതാണ്. വിശ്വാസം എന്ന പരിചയെടുത്തോട് നിൽപ്പ്. വിശ്വാസത്തിന്റെ വർധനമാണ് വിശ്വാസം എന്ന പരിചയെടുത്തോട് നിൽപ്പൻ. ഹല്ലേലൂയ. യോശുവ വിശ്വാസത്താൽ യെരിഹോവിനെ പിടിച്ചടക്കി. ഇന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു അത്ഭുതമാ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യെരിഹോവിനെ പിടിച്ചടക്കുന്നു. ഹല്ലേലൂയ. സൂര്യനെ ചന്ദ്രനെയും അവിടെ നിർത്തി യോർദാനെ വിഭാഗിച്ചു. അമ്മ യോശുവ ചെയ്യുണ്ടായി. എലീശ വിശ്വാസത്താൽ വിധവയുടെ വീട്ടിലെ ഭരണിയിലെ എണ്ണയെ വർദ്ധിപ്പിച്ചു. നയമാന്റെ കുഷ്ഠത്തെ മാറ്റി വെള്ളം പഥ്യമാക്കി. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? വിശ്വാസത്താലാണ് ഇതൊക്കെ നടന്നത്. പുതിയ നിയമത്തിൽ പത്രോസ് തബീതയെ ഉയർപ്പിച്ചു. മുടന്തന് സൗഖ്യം നൽകി. അശുദ്ധാത്മാവ് ബാധിച്ചവരെ സൗഖ്യമാക്കി. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ബാല്യക്കാരുടെ പൂരത്തെ പുറത്താക്കി. ആമേൻ. മുടന്തന് സൗഖ്യം കൊടുത്തു. യൂത്തിക്കോസിനെ ജീവിപ്പിച്ചു. പുബ്ലിയോസിന്റെ അപ്പനെ സൗഖ്യമാക്കി. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം, നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ ദൈവം ഇന്ന് പകൽ ഏറ്റെടുക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ല, സാധ്യതയൊന്നുമില്ല. പക്ഷേ വചനത്തിലൂടെ ദൈവം വിളിച്ചു പറയുന്നു, അത് നടക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ എന്നോട് ഒന്ന് പറയാൻ കഴിയും? ആമേൻ. മറിയുടെയും മാർത്തയുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ബഥാനിയയിലെ ആളുകളിൽ വിശ്വാസത്തിന്റെ വർധന ഉണ്ടായി. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന എൻ്റെ നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എല്ലാവർക്കും അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ എൻ്റെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു തരണമേ. നമ്മൾ കേട്ട വചനം മറക്കരുത്. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൈ ഇന്ന് പകൽ എനിക്ക് വേണ്ടി വെളിപ്പെടണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി വെളിപ്പെടണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളോട് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ വന്നു ചേർന്ന ദൈവങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മനോഭാരത്തോടെ, സങ്കടത്തോടെ, വേദനയോടെ ഇന്ന് പകൽ ഈ ആരാധനയെ സംബന്ധിക്കുന്നു. അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതരായി കഴിയുന്നു. കർത്താവേ, അടിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗക്കിടക്കയിലായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. മനോഭാരത്തോടെ ആയിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. സാമ്പത്തികമായ ക്ലേശം മേൽ വിടുതലയക്കണമേ. 2025 ഈ ജനത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്ദകളെ മാറ്റുമാറാകണമേ. ഈ ഉപവാസപ്രാർത്ഥനയുടെ പ്രാരംഭ സമയം മുതൽ ജനത്തിന് മേൽ അത്ഭുതകരമായ മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴികൾ തുറക്കണമേ. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ നിരാശകൾ മാറട്ടെ. യേശുവിന്റെ അത്ഭുത വഴികൾ തുറക്കട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് ഗായക സംഘം മനോഹരമായ ഗാനം ആലപിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം.
ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് വിശ്വാസത്തോടെ പറയട്ടെ, 4 നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. അധികാരത്തോടെ വിശ്വാസത്തോടെ കാണും. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. നാലു നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. ഓ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. തകർന്നിടും. ഓ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് സർവശക്തനവൻ വിശ്വാസത്തോടെ എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ആ വിഷയങ്ങളിൽ നടക്കുന്ന കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വമ്പോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വമ്പോ സാരമില്ല. ഒന്നിച്ചു നാം അതിടുമ്പോൾ വന്മാതിൽ വീഴും കാച്ചുവട്ടിൽ. ഒന്നിച്ചു നാം അതിടുമ്പോൾ വന്മാതിൽ വീഴും കാച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 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 അധികാരത്തോടെ ഞങ്ങൾ വാഴ്ത്തുന്നേ. ഓ ശരണമേ